ശ്രീകൃഷ്ണ ഭഗവാന്റെ വേർപാടിന് ശേഷം ദ്വാരക കടലിലേക്ക് മുങ്ങിപ്പോയത് നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടുപോയതിനു ശേഷം ഭഗവാന്റെ കൽപ്പന പ്രകാരം വിശ്വകർമ്മ നിർമ്മിച്ച മഹത്വവും അജയ്യവുമായ നഗരമായ ദ്വാരക നിശബ്ദമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. ശക്തരായ യാദവ യോദ്ധാക്കൾ ഇല്ലാണ്ടായി. രാജ്ഞികളെയും അവശേഷിച്ച മറ്റുള്ളവരെയും അർജുനൻ അകമ്പടി സേവിച്ചു. ഒരു കാലത്ത് സംഗീതവും ചിരിയും ശംഖുകളുടെ ശബ്ദം എന്നിവയാൽ പ്രതിധ്വനിച്ചിരുന്ന ഹാളുകൾ ഇപ്പം കാറ്റിൻ്റെ മന്ത്രങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞു. ഐശ്വര്യവും വാസ്തുവിദ്യയൊക്കെ നിറഞ്ഞ ഒരു സ്വർണ്ണ നഗരമായിരുന്നു ദ്വാരക. എന്നാൽ അതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ്റെ വിനോദങ്ങൾക്കായി മാത്രമാണ് നഗരം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ വിനോദങ്ങൾ നിലച്ചതിനാൽ ആ നഗരവും കടലിലേക്ക് മുങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. വേർപാടിന് മുന്നേ ഭഗവാൻ കൃഷ്ണൻ യാദവ മൂപ്പന്മാരോടും അർജുനോടും പറയുകയാണ്, എൻ്റെ വേർപാടിന് ശേഷം ദ്വാരക ഇനി ഭൂമിയിൽ അവശേഷിക്കില്ല, അത് സമുദ്രത്തിൽ മുങ്ങും. ആർക്കും അതിനെ തടയാൻ കഴിയില്ല. ആ സമയം വരുന്നതിന് മുമ്പ് എല്ലാവരും രക്ഷപ്പെടട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാജകുടുംബത്തിലെ അതിജീവിച്ച അംഗങ്ങൾ അർജുനൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ദ്വാരക വിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്കും മറ്റു പുണ്യസ്ഥലങ്ങളിലേക്കും താമസം മാറ്റി. പ്രവചിച്ചതുപോലെ തന്നെ അധികം താമസിയാണ്ട് സമുദ്ര തിരമാലകൾ ഉയർന്നു തുടങ്ങി. ആദ്യം അവ ഉദ്യാനങ്ങളെ സ്പർശിച്ചു. പിന്നീട് റോഡുകളെയൊക്കെ മൂടി. സ്വർണ്ണ കെട്ടിടങ്ങൾ, വെളുത്ത മാർബിൾ ക്ഷേത്രങ്ങൾ, മുറ്റങ്ങൾ, കൊട്ടാരങ്ങൾ ഓരോന്നായി കടലിൻ്റെ വെള്ളത്തിനടിയിൽ മുങ്ങി. ഒരിക്കൽ ദ്വാരക എങ്ങനെയാണോ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നത് അതുപോലെ തന്നെ ആഴങ്ങളിലേക്ക് അപ്രത്യക്ഷമായി. കൃഷ്ണൻ്റെ സാരഥിയായ ദാരുകനും അവശേഷിച്ച ഏതാനും ആൾക്കാരും അതൊരു സ്വപ്നം പോലെ ദ്വാരക ജലത്തിലേക്ക് മടങ്ങുന്നത് കണ്ണീരോടെ നോക്കി നിന്നു. അതൊരു യുഗത്തിൻ്റെ അവസാനമായിരുന്നു. ദ്വാരക മുങ്ങിയതോടുകൂടി ദ്വാപരയുഗത്തിൻ്റെ അന്ത്യവും കലഹത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയൊക്കെ യുഗമായ കലിയുഗത്തിൻ്റെ ഔപചാരികമായുള്ള തുടക്കവും അടയാളപ്പെടുത്തി. നഗരം നഷ്ടപ്പെട്ടെങ്കിലും കൃഷ്ണൻ്റെ മഹത്വങ്ങളും നാമങ്ങളും നഷ്ടപ്പെട്ടില്ല. ഋഷിമാർ ഭാഗവതം ചൊല്ലാൻ തുടങ്ങി. ഭക്തർ അദ്ദേഹത്തിൻ്റെ കഥകൾ സംരക്ഷിച്ചു പോന്നു. വളരുന്ന ഇരുട്ടിൽ ഏക വെളിച്ചമായിട്ട് ഭഗവാന്റെ നാമം ഭൂമിയിലുടനീളം വ്യാപിക്കാൻ തുടങ്ങി. ഈ ഭൂമിയിലൊന്നും ശാശ്വതമല്ല. ഭഗവാൻ നിർമ്മിച്ച ദ്വാരക പോലും ഒരു ദിവസം മുങ്ങിപ്പോകേണ്ടി വന്നു. ശാശ്വതമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ നാമങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ ശാശ്വതമായിട്ടുള്ളൂ. ആ നാമങ്ങൾ മാത്രമാണ് നമുക്കൊരു രക്ഷയായിട്ടുള്ളത്.